യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. അപ്പം നമ്മുടെ ഒരു രീതി അനുസരിച്ച് എങ്ങനെയെങ്കിലും ഒരു പൊരുത്തപ്പെട്ട ക്രിസ്തീയ ജീവിതം ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ശനിയാഴ്ച വൈകിട്ട് ചിലർക്ക് ഒരു ചൂടുണ്ടാവും, ചിലർക്ക് ആ ശനിയാഴ്ച വൈകിട്ടും ചൂടുണ്ടാകത്തില്ല. അതിൻ്റെ രസം അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഞായറാഴ്ച വേണ്ട പോലെ ആരാധിക്കുവാൻ കഴിയാത്തത്. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകേണ്ട കർത്താവിൻ്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരാധിക്കുവാൻ യോഗ്യനാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു പ്രാർത്ഥന ആമേൻ പറഞ്ഞ് പെട്ടെന്ന് ചാടിക്കയറി ഇങ്ങ് പോരും. അല്ലല്ല, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ ദൈവമക്കളുടെ ഇടയ്ക്കുള്ള കാര്യം ഞാൻ പറഞ്ഞത്. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ എപ്പോഴും ഒന്ന് ഒരുങ്ങിയിരിക്കുവാൻ കഴിയാതെ ഈ ഞായറാഴ്ച പകലാണോ കാഹളം ഊതാൻ പോകുന്നത്? അല്ലല്ലോ. ഏത് സമയത്തും കാഹളം ഊതിയാലും വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങിയിരിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അപ്പം നമ്മളെ സ്വർഗത്തിൽ പരിശുദ്ധനായ ദൈവത്തോടു കൂടി നിത്യമായിട്ട് വസിക്കേണ്ടതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മളെ പണിയുന്നത്. ഈ ലേഖനങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. മുഴുവനും ലേഖനങ്ങൾ. ഒരു ജോലി നടത്തുമ്പോൾ, ഒരു ബിസിനസ് നടത്തുമ്പോൾ യജമാനനും ദാസനുമായിട്ടുള്ള ബന്ധം, അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം, കൂട് ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധം, നമ്മൾ ദൃഷ്ടി സേവയായിട്ടല്ല ദൈവത്തിന് എന്ന് പോലും നമ്മൾ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യണം. ഓരോ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം. പണവിഷയത്തിൽ ഇടപാടുകൾ, ഓരോ ജീവിതത്തിൽ നമ്മുടെ ഏരിയകൾ ഓരോന്ന് തൊടുമ്പോഴാണ് സ്വാർത്ഥതയല്ല, കർത്താവിനെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മുടെ ഈ ജീവിതം 70 ഏറെ ആയാൽ 80 വർഷമേ ഉള്ളൂ. നിത്യത കർത്താവിനോടുകൂടി വസിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നൊടി നേരം മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാഗങ്ങളെല്ലാം ഇതൊരു താൽക്കാലിക ജീവിതമാണ്. കുടുംബ ബന്ധം ഒരു താൽക്കാലിക ബന്ധമാണ്. യേശുവുമായിട്ടുള്ള ബന്ധം നിത്യബന്ധമാണ്. ലോകവും സൊസൈറ്റി കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധമെല്ലാം ഒരു താൽക്കാലിക ബന്ധമാണ്. മനുഷ്യരെ സന്തോഷിപ്പിച്ച് അവസാനം സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മർമ്മങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലാണ്. ആ സമയത്തൊക്കെ ഇവരൊന്ന് റിബൽ ചെയ്യാൻ നമുക്ക് കാണാം. ഈ അധ്യായത്തിലും നമുക്കത് കാണാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. യെസ്, അതിൻ്റെ 11-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാട്ടെ. താഴോട്ട് വായിച്ചോ. ഇത് എന്തിൻ്റെ ഉള്ള മറുപടിയാണ്? നമ്മൾ പല വാക്യങ്ങൾ നമ്മൾ ലേഖനത്തിൽ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും, ഇല്ലേ? വേറൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നാരോ മൈൻഡഡ് ആണെന്നും നിങ്ങൾക്കൊന്ന് വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇത് ഈ കാലഘട്ടമല്ല, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ദേവദാസൻ എന്നെ ഒന്ന് മനസ്സിലാക്കാത്ത, ദേവദാസന് സുവിശേഷ പ്രവർത്തനവും മാത്രമേ ഉള്ളൂ, ബാക്കി ഞങ്ങളെയൊക്കെ ഒന്ന് കരുതാൻ, അതൊക്കെ പറയുമ്പോഴാണ് ഞങ്ങളുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുവല്ല, ഞാൻ തുറന്ന് സംസാരിക്കുന്ന നിങ്ങളുടെ പ്രയോജനത്തിനാണ്. എൻ്റെ 13-ാമത്തെ വാക്യം കൂടി വായിച്ചത് ആ 11, 12, 13 അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. പേരൻസ് മക്കളെ ഉപദേശിക്കുന്ന സമയത്ത് മക്കൾക്ക് സന്തോഷമാണോ? നമ്മളും ഈ ചെറുപ്പമൊക്കെ കഴിഞ്ഞ് വന്നാണല്ലോ. മക്കൾക്ക് സന്തോഷമാണോ? അല്ല. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴും നമ്മൾ റിബൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം. പിന്നെ അടി പേടിച്ചും അത് അടിക്കാൻ പറ്റുന്ന ഒരു പ്രായം വരെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവരിങ്ങനെ തെറിച്ച് നിൽക്കും. അവർക്കൊരു സ്വന്തമായിട്ടൊരു സുബോധം വരുന്നത് വരെ, ഇല്ലേ? അവർക്കിഷ്ടമല്ല, അവർക്ക് നിങ്ങൾക്ക് ഇടുങ്ങിയ മനസ്സാ അല്ല. നിങ്ങൾക്ക് വേണ്ടി വിശാലമായിട്ടാണ് ഞങ്ങളുടെ ഹൃദയം. അപ്പോസ്തലൻ പറയുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറക്ഷൻ വരുത്തുവാൻ ആഗ്രഹിക്കാനാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്. ഈ കറക്ഷൻ വന്നില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും ബർണബാസും ടീം പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം വന്നില്ലെങ്കിൽ ഞങ്ങൾക്കല്ല നഷ്ടമാർക്കാ? യു ആർ ദ ലൂസേഴ്സ്. നമ്മൾ സിമ്പിൾ ഭാഷയിൽ പറയുമല്ലോ, നഷ്ടമാർക്കാ? നിങ്ങൾക്കാ. ഞാനിപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ചു, ഞാൻ ആ കേട്ട വചനപ്രകാരം ഞാൻ മാറിയില്ലെങ്കിൽ ആർക്കാ നഷ്ടം? കർത്താവിനല്ല നഷ്ടം, എനിക്കാ നഷ്ടം. പക്ഷേ ഞാൻ കർത്താവ് എന്നോട് സംസാരിച്ച രീതിയിൽ ഞാൻ തീരുമാനമെടുത്ത് മാറിയാൽ എൻ്റെ ജീവിതത്തിൽ അത് വലിയ നേട്ടമാണ്. ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ നിത്യ സന്തോഷത്താൽ കർത്താവിൻ്റെ ഹൃദയത്തെ നിറയ്ക്കും. എല്ലാ സ്വർഗീയ അനുഗ്രഹത്താലും കർത്താവിൻ്റെ ഹൃദയത്തെ നിറയ്ക്കും. വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് ആ വേർപാട് അവരോട് സംസാരിച്ച്, ഈ ആ വേർപാടിനെ പറ്റിയാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇനിയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധിച്ചു ഇരിക്കാം. വായിച്ചോ, 14-ാമത്തെ വാക്യം വായിക്കും, മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യല്ലേ?
അവിശ്വാസികളുമായിട്ട് കൂടല്ല. ഡു നോട്ട് ഹാവ് ഒത്തിരി ഫ്രണ്ട്ഷിപ്പും ഒത്തിരി ഡു നോട്ട് ബി യോക്ക് ടുഗെദർ എന്ന് എഴുതിയിരിക്കുന്നത്. അവരുമായിട്ട് അങ്ങ് ചേർന്ന്. ഈ വാക്യം തെറ്റായിട്ടും ആൾക്കാർ മനസ്സിലാക്കും. അതിൻ്റെ അർത്ഥം അവിശ്വാസികളോട് മിണ്ടാൻ പാടില്ല, സഹരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള അയൽവക്കക്കാരുണ്ടായിരിക്കും, അല്ല സ്നേഹിതരുണ്ടായിരിക്കും, കുടുംബക്കാരുണ്ട്, സ്നേഹിക്കാൻ പാടില്ല. അതൊന്നുമല്ല. പല ആൾക്കാർ ഈ വാക്യം ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും പല ഭവനങ്ങൾ സുവിശേഷവുമായിട്ട് പോകുമ്പോൾ, ട്രാക്റ്റുമായിട്ടൊക്കെ പോകുമ്പോൾ, നിങ്ങളുടെ സൈസ് 2 എണ്ണം ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്. എന്നിട്ട് അവർ പറയുന്നതാണ്, പണ്ട് ആയിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒക്കെ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങളോടെല്ലാം സ്നേഹിക്കുകയും സഹരിക്കുകയും ഒക്കെ ചെയ്യാൻ. ഇപ്പം ഞങ്ങളുടെ ഭവനം ഒന്നും സന്ദർശിക്കത്തില്ല, സ്നേഹിക്കത്തില്ല, അവരവരുടെ കാര്യവും നോക്കി അവരുടെ കാര്യം നോക്കി. അപ്പോൾ അവിടെയൊക്കെ വീഴ്ച വന്നത് എന്തോ? ദൈവമക്കളുടെ വിചാരം ഈ വാക്യപ്രകാരം ആരും അവിശ്വാസികളോട് കാണല്ല, അവരുടെ വീട്ടിൽ പോകല്ല, അവരെ സ്നേഹിക്കല്ല, അവരെ സഹായിക്കല്ല, അവർക്ക് വേണ്ടി കരുതല്ല, അവരുമായിട്ട് സഹരിക്കല്ല എന്നല്ല എൻ്റെ അർത്ഥം. അവരുമായിട്ട് കൂടല്ല. ഡു നോട്ട് ബി യോക്ക് ടുഗെദർ എന്ന് വെച്ചാൽ അവരുടെ രീതി നമ്മൾ സ്വീകരിച്ച്, അവരുടെ രീതി ലോകത്തിൻ്റെ രീതിയാണ്. അത് ജാതികളുടെ രീതിയല്ല. വിഗ്രഹാരാധികളും അന്യാരാധക്കാരും പലവിധ മതസ്ഥരും ലോകത്തിൻ്റെ ഒരു നിയമമുണ്ടല്ലോ. നമുക്ക് ഒരു പ്രമാണമുണ്ട്. ചിലതൊക്കെ ചെയ്യാൻ പാടില്ല, ചിലതൊക്കെ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ പ്രമാണം പ്രമാണം വിട്ടു പോകാനല്ല എൻ്റെ അർത്ഥം. പക്ഷേ അതേ സമയത്ത് അവിശ്വാസികളെല്ലാം സ്നേഹിച്ച്, ദൈവസ്നേഹത്തിൽ അവരെ സ്നേഹിച്ച് കരുതി അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി നിൽക്കാതെ, അല്ലെങ്കിൽ വളരെയധികം ഇടപെടാതെ എങ്ങനെ നമുക്ക് അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയുമില്ല. അപ്പം ഇവിടെ നമ്മൾ അർത്ഥം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാകണം. അടുത്ത വാക്യം കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ എഴുതിയിരിക്കുന്നത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കൊരു പ്രമാണമുണ്ട്, അത് വെളിച്ചമാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് വെളിച്ചവും ഇരുളുമായിട്ട് എന്തൊരു ബന്ധം. നമുക്കൊരു രക്ഷിതാവുണ്ട്, ഒരു യജമാനനുണ്ട്, അത് ക്രിസ്തുവാണ്. അവരെ ഭരിക്കുന്നത് ആരാ? അവരവരുടെ വീട്ടുകാർ പറയുന്ന പോലും, കൂട്ടുകാർ പറയുന്ന പോലും, നാട്ടുകാർ പറയുന്ന പോലും അവർ ജീവിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട ദിവസം നമ്മൾ എന്തുവാ തീരുമാനമെടുത്തത്? ഇന്ന് തൊട്ട് യേശുവിനെ എൻ്റെ രക്ഷിതാവായിട്ടും എൻ്റെ കർത്താവായിട്ടും, കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, കർത്താവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്ന് തൊട്ട് യേശുവാണ് എൻ്റെ യജമാനൻ, എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം വഹിക്കുന്നവൻ. ലോർഡ് ഓവർ മീ, മാസ്റ്റർ ഓവർ മീ. അക്സെപ്റ്റ് ജീസസ് ആസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. യേശുവിനെ എൻ്റെ ദൈവമായിട്ടും എൻ്റെ രക്ഷിതാവുമായിട്ട് അംഗീകരിക്കും. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവും ബലിയാലും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദുഷ്ടശക്തിയും പ്രയോജനമില്ലാത്ത മനുഷ്യരെ നശിപ്പിക്കുന്ന ഈ ബലിയാൽ ശക്തിയും ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം? ഇരുട്ടും വെളിച്ചവുമായിട്ട് എന്ത് ബന്ധം? നമ്മുടെ പ്രമാണവും അവർക്ക് പ്രമാണമില്ല. പ്രമാണം ഉണ്ടെങ്കിലും പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നില്ല. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ 14-ാമത്തെ വാക്യം തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടല്ലോ, നീതിയും അധർമ്മവുമായിട്ട്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാട്ട് റിലേഷൻ ഡസ് റൈച്ചസ്നെസ് ആൻഡ് ലോലെസ്നെസ് ഹാവ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രമാണമുണ്ട്, അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ നിന്നേലേ പറ്റൂ. അവർക്ക് എന്തോ എഴുതിയിരിക്കുന്നത്? പ്രമാണമില്ല, ലോലെസ്നെസ്. എങ്ങനെ വേണേലും ജീവിക്കാം, അവർക്ക് എങ്ങനെ വേണേലും സംസാരിക്കാം, ദേഷ്യം വരുമ്പോൾ വേണേൽ ചീത്ത പറയാം, അടിക്കാം, പ്രവർത്തിക്കാം, എന്ത് വേണം, ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിൻ്റെ 10 അങ്ങോട്ട് പ്രതികരിക്കാം, കള്ളത്തരം പറയാം, ചതിക്കാം, ഇതൊക്കെ ചെയ്യാം. നമ്മുടെ ഉള്ളിലും ചിലപ്പം ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ചാടിക്കേറി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ഓർപ്പിക്കും, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും, നീ ദൈവസന്ധിയിൽ സമർപ്പിച്ചവനാ, പ്രമാണപ്രകാരം ജീവിച്ചാലേ പറ്റും. ഇടയ്ക്കൊക്കെ ഈ പ്രമാണം തെറ്റിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ മനുഷ്യനായതുകൊണ്ട് വന്നു പോയാലും കർത്താവിൻ്റെ വലിയൊരു രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് വീണ്ടും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്ര വ്യക്തമായിട്ടാണ് പഠിച്ചത്. പൗലോസ് പറയുന്ന കൊരിന്ത്യ സഭ ഇങ്ങനെ എതിർത്ത് നിൽക്കുക അവരെ ഉപദേശിക്കുമ്പോൾ. കൊരിന്ത്യ സഭയോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു യഥാസ്ഥാനത്തിൻ്റെ പ്രമാണമാണ്, നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെ യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വീണ്ടും പറയുമ്പോൾ ഒരു നിരപ്പിൻ്റെ വചനം, അല്ലെ ഒരു യഥാസ്ഥാനത്തിൻ്റെ വചനമാണ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തുവാണ്? ജനത്തെ തിരിച്ച് കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരിക. ഇടയ്ക്കിടയ്ക്ക് ലോകത്തിലേക്ക് മാറിപ്പോകുന്ന ജനത്തെ
ഞാൻ ഓർപ്പിച്ചില്ല, ടൈപ്പ് റൈറ്ററൊക്കെ വലിച്ച് തിരിച്ച് എൻ്റെ സ്ഥലത്ത് വെക്കുന്ന പോലെ തിരിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ വിളിച്ച വിളിയിലേക്ക് കൊണ്ടുവരിക. ഇടയ്ക്ക് നമ്മൾ വീണ്ടും ബാക്കി തിങ്കളാഴ്ച തൊട്ടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും, അറിയാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. ഈ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുന്ന വചനവും നമ്മളെ ദൈവം വിളിച്ച വിളിയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന വചനമാണ്. ഒരു യഥാസ്ഥാനത്തിൻ്റെ വചനം, ഒരു യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷ, ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം സ്നേഹിച്ചുകൊണ്ട് ഒരപ്പൻ മക്കളെ ഉപദേശിക്കുന്ന പോലാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്. നമ്മൾ ജാതികളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ തന്നെ അവരുടേത് നമ്മളിലേക്ക് വരല്ല. അവരുടെ ജഡീക സ്വഭാവങ്ങൾ, അവരുടെ ഏത് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഏത് മൂർത്തികൾ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നീ ആരെ ആരാധിക്കുന്നോ അവരെ പോലായിത്തീരും. ബൈബിളിൻ്റെ എഴുതിയിരിക്കുന്ന യഹോവയെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, നീ ആരെ ആരാധിക്കുന്നോ അതുപോലായിത്തീരും. അപ്പം ഏത് മൂർത്തിയെ, ഏത് മധ്യസ്ഥരെ അല്ലെങ്കിൽ ഏത് രൂപത്തെ ആരാധിക്കുന്നോ ദൈവമല്ലാതെ, വലിയവനായ ദൈവമല്ലാതെ, സർവശക്തനായ ദൈവമല്ലാതെ മറ്റ് ആരെ ആരാധിച്ചാൽ അതുപോലായിത്തീരും. ആ ഓരോ മൂർത്തിക്കും ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ സ്വഭാവമുണ്ട്. അതാണ് നമ്മൾ ഓരോ ദേശക്കാരിലും ഓരോ കമ്മ്യൂണിറ്റിയിലും കാണുന്ന ഓരോ സ്വഭാവ വ്യത്യാസം. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമുക്കതുപോലെ മാറ്റി പറയാൻ. സർവശക്തനായ നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്ന നീ ആരെ ആരാധിക്കുന്നോ അതുപോലെ ആയിത്തീരും, അവരെ പോലെ ആയിത്തീരും. അപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിത്തീരും, യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ആ പ്രത്യേകത, ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മളിലേക്ക് വരും എന്ന് വ്യക്തമല്ലേ. അതുകൊണ്ട് നമ്മളിപ്പം എല്ലാ ജാതികളുമായിട്ട് ഇടപെടണം. അത് വീണ്ടും ലേഖനങ്ങളിൽ തന്നെ കൂടെ തന്നെ ഞാനത് ഓർപ്പിക്കാം. സ്നേഹിക്കണം, സഹരിക്കണം. സഹരിക്കാതെ എങ്ങനെയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം ആരാന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മളിലുള്ള മാറ്റം അവരൊന്നും അറിയണ്ടേ? പഴയ നമ്മളെ അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പഴയ നമ്മുടെ വ്യക്തിത്വങ്ങളെ അറിയാം. ആർക്കും പ്രയോജനമില്ലാതെ തോന്നിയ പോലെ ജീവിച്ച നമ്മളെ അറിയാം. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ സന്ധിയിൽ വന്നു, നമ്മൾ ദൈവമക്കളാന്ന് പറയുന്നു, വചനമായി ഇപ്പം പഠിക്കുന്ന നമ്മുടെ പ്രമാണം വചനമാണ്. വചനം കെട്ടിപ്പിടിച്ച്, വചനം മുറുകെ പിടിച്ച് നമ്മൾ നിൽക്കുന്നു. നമ്മളിൽ വന്ന് വ്യത്യാസം അറിയണ്ടേ? യേശു നമ്മളിൽ വസിക്കുന്നു, അതിൻ്റെ വ്യത്യാസം അറിയണ്ടേ? ആ വ്യത്യാസം ലോകം അറിയണമെങ്കിൽ അവരുമായിട്ട് ഇടപെടണം. പക്ഷെങ്കിൽ അവരുമായിട്ട് ചേർന്ന് കൂട്ടുപിടിച്ച് അവരുടെ കാര്യങ്ങൾ മീൻസ് ഡു നോട്ട് ബി പാർട്ടേക്കേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്. ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ചേർന്ന് ചെയ്യുമ്പോൾ നമ്മുടെ പ്രമാണം തെറ്റിക്കുന്ന അവസ്ഥകളുണ്ടാവും. അവരെ സന്തോഷിപ്പിക്കുക. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഞാൻ ചേർന്ന് നിൽക്കണമെങ്കിൽ, കൂട്ട് നിലനിൽക്കണമെങ്കിൽ അവൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്യണം. അവൻ പറയുന്നത് ഞാൻ ഇഷ്ടമല്ലാത്തൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ കൂട്ട് തെറ്റും. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്ത് അവസാനം ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട് തീരുവാൻ കഴിയത്തില്ല. അപ്പം ആ ഒരു വേർപാട് കൊരിന്തിയ സഭയിൽ കുറവായിരുന്നു. ഇന്ന് നമ്മളോടും പകൽക്കാലം സംസാരിക്കുന്നു, വേർപാടിൻ്റെ വിഷയം പാലിക്കണം. വീണ്ടും 16-ാമത്തെ വാക്യവും വായിച്ചാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഒന്ന്, ജാതികളുമായിട്ട് ഇടകലർന്ന് അല്ലെങ്കിൽ ഡു നോട്ട് ബി യോക്ക് ടുഗെദർ വിത്ത് ദം എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ മക്കളാണ്? നമ്മുടെ കൊച്ചിലെ തൊട്ട് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളോട് പറയുന്നല്ലേ, നിങ്ങൾ ആരുടെ മക്കളാണ്, നിങ്ങൾ മറന്നു പോകല്ലേ, നിങ്ങൾ ഏത് വീട്ടിൽ നിന്നാണെന്നുള്ളവർ മറന്നു പോകല്ലേ. ദേശത്തെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ അതിന് അപ്പനെ അമ്മയ്ക്ക് നാണംകേട് വരുത്താതെ എന്ത് ചെയ്യണം? യോഗ്യമായിട്ട് ജീവിക്കണം. ഒരു ദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരുടെ മക്കളാണ്. വലിയവനായ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ മക്കളല്ലേ. അപ്പം പരിശുദ്ധനായ ദൈവത്തിൻ്റെ എല്ലാ നീതിയും വസിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മളിലും ആ ക്വാളിറ്റി, ആ ക്യാരക്ടർ ഉണ്ടാകണം. അപ്പം നമ്മൾ ആരാ, എന്തിനാ കർത്താവ്? നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഇത്രയൊക്കെ ആത്മീയം? നമ്മൾ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ തെറിക്കുന്ന, നമ്മുടെ ജഡം അങ്ങോട്ട് റിബലാകുന്ന ചില ഏരിയകളാണ്. ചില ആൾക്കാർ എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ട്, എന്തിനാ പാസ്റ്റർ ഇത്രയൊക്കെ ആത്മീയം? എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരുവത്തിന് അങ്ങ് ജീവിച്ചാൽ പോരെ, ഒരു ചെറിയ ഓഫറിംഗ് ഒക്കെ സഭയിലിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ പോരെ. ഓഫറിംഗ് ഒന്നുമല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് ആരെയാ? നമ്മളെയാണ്. പ്രൈസ് ലോർഡ്. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിയിൽ നിൽക്കണം. അതാണ് കർത്താവിന് വേണ്ടത്. എന്തിനാണ് ഇത്ര ആത്മീയം? എന്തിനാണ് ഈ ബൈബിളെല്ലാം പറയുന്ന പോലെ നമ്മൾ കേട്ടാലേ പറ്റൂ എന്ന് പറയുന്നൊരു ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോകല്ലേ. ആദ്യം പറയുന്ന 16 മുഴുവൻ വായിച്ച്. ദൈവാലയങ്ങളും അവിടെ ദൈവം വസിക്കുന്ന സ്ഥലം. വിഗ്രഹം അത് വെറുതെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരിസോ തടിയോ സിമെൻറ്റോ
എന്തെങ്കിലുമൊക്കെ പലത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്, ബ്രാസോ കാസ്റ്റ് അയണോ എന്തെങ്കിലും ആയിക്കോട്ടെ. ബൈബിളിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, മരം വെച്ച് കൊത്തിയതോ ഒരു കൊശവൻ പണിതതോ ഒന്നിൻ്റെ മുമ്പിൽ നിങ്ങൾ വണങ്ങല്ല മുത്തല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം, യഹോവയെ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കറിയാം. വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ലജ്ജിച്ചു പോകും, വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ അവർക്ക് കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, അവരെ പോലെ തന്നെ ആയിത്തീരും. ആ ഭാഗങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വിഗ്രഹവും ക്രിസ്തുവുമായിട്ട് എന്താ ബന്ധം? ഒന്നും ബന്ധമില്ല. വിഗ്രഹവും ദേവാലയവുമായിട്ട് എന്താ ബന്ധം? അപ്പോൾ നമ്മൾ വിചാരിക്കും ചർച്ച എന്ന ദേവാലയമായിരിക്കും. ഈ ബിൽഡിങ്ങിലൊന്നും അല്ല കർത്താവ് വസിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ യെരുശലേം ദേവാലയത്തിലായിരുന്നു കർത്താവ് വസിച്ചത്. അവിടെ ഒരു കർട്ടനും അപ്പുറത്ത് പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു. ആ കർട്ടനൊക്കെ കീറി, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മേള് തൊട്ട് അടിവരെയും ദൈവം കീറിയതാ. ശലോമോൻ പണിത ദേവാലയത്തിൻ്റെയൊക്കെ ഹൈറ്റ് എന്തുവാ? ആ മേള് തൊട്ട് അടിവരെയും എന്നാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ കീറിയതാണ്, താഴെ നിന്നല്ലേ വലിച്ചിട്ട് മേളിലോട്ട് കയറാൻ പറ്റൂ. ബൈബിൾ പറയുന്നത് മേൾ തൊട്ട് കർത്താവ് ഗ്രൂഷിങ്കൽ ജീവനെ ഹാലലു വിട്ട സമയത്ത്, നമുക്ക് വില കൊടുത്ത സമയത്ത് ഹാലലു ദേവാലയത്തിൻ്റെ കർട്ടൻ മേള് തൊട്ട് അടിവരെ കീറി. അതിൻ്റെ കാരണം എന്നാ? ഇനി അങ്ങനെ ഒരു പാർട്ടീഷൻ ഇല്ല. പരിശുദ്ധ അതിപരിശുദ്ധ സ്ഥലം അവിടെ അല്ല, പിന്നെ എവിടാ? ദൈവത്തിന് വസിച്ചാലേ പറ്റൂ. ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്ക് വസിച്ചാലേ പറ്റൂ. ദൈവത്തിൻ്റെ കൂട്ടായ്മ ദൈവത്തിൻ്റെ മക്കളുമായിട്ടാണ് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. പിന്നെ എവിടെ വസിക്കുന്നത്? ഇവിടെ ഈ 16-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ, നിങ്ങൾ മറന്നു പോകല്ലേ, നിങ്ങളാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. 1 കൊരിന്ത്യരിൽ നമ്മളത് പഠിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയമാണ്. അപ്പം കർത്താവ് എവിടെ വസിക്കേണ്ടത്? ഞാനിപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ, ഞങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് കയറി വന്നാൽ അവർ ഞെട്ടിപ്പോവും. ഞങ്ങൾ ഞെട്ടുന്നതിന് മുമ്പേ അവർ ഞെട്ടിപ്പോവും. ഈ പിള്ളേരെല്ലാം കൂടെ അതുപോലത്തെ പരുവത്തിന്. ഞാൻ ഗസ്റ്റിനോടൊക്കെ എപ്പോഴും പറയും, വരുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ്, ഒരു 30 മിനിറ്റ് മുമ്പ് ഞങ്ങൾക്ക് അത്രയും സമയം കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങൾക്ക് വെക്കാൻ പറ്റും. നമ്മൾ കഴിയുന്ന അത്ര സിറ്റിംഗ് റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും ഇല്ലേ? ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് എത്രത്തോളം വലിയ ഗസ്റ്റാണോ? മോഡി ആർക്കും ഇഷ്ടമല്ല. എന്തോ ഇനി അമേരിക്കൻ പ്രസിഡൻറ്റോ ഇനി വേറെ ആരും ആയിക്കോട്ടെ, ഒരു വലിയൊരു VIP, അംബാനിയോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരു സെലിബ്രിറ്റിയോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ആ ഗസ്റ്റിൻ്റെ ശ്രേഷ്ഠത മഹത്വം എത്ര, അതനുസരിച്ച് നിങ്ങളെ വീട് ക്ലീൻ ആക്കത്തില്ലേ? പഴയതും കച്ചടയൊക്കെ എടുത്ത് നിങ്ങൾ വലിച്ചെടുത്ത് വെളിക്കരുത്. ഇതൊന്നും ഇവിടെ വീട്ടിൽ വേണ്ട. കാര്യം വീട് എന്ത് ചെയ്യണം? വൃത്തിയായിട്ടിരിക്കണം. ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്, ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് പല കച്ചറകളൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു പൈ ചാർട്ടായിട്ടൊക്കെ പിള്ളേർ പഠിക്കത്തില്ലേ, അതുപോലെ ഒരു പൈ ചാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ പെർസെൻറ്റേജ്, ഇത്ര പെർസെൻറ്റേജ് എൻ്റെ ഭാര്യയ്ക്ക് അല്ല ഭർത്താവിന്, ഇത്ര പെർസെൻറ്റേജ് മക്കൾക്ക്, ഇത്ര പെർസെൻറ്റേജ് അപ്പനും അമ്മയും സഹോദരങ്ങൾക്ക്, ഇത്ര പെർസെൻറ്റേജ് എൻ്റെ ബിസിനസ്സിനും ജോലിക്കും, ഇത്ര പെർസെൻറ്റേജ് എനിക്ക്. അങ്ങനെ ഒരു ഭാഗമുണ്ട്, അറിയോ? ആരും കൈവിട്ടാലും അല്ലെങ്കിൽ ആര് തള്ളി പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് അവസാനം നമ്മൾ ഇറക്കത്തുള്ളതേ ഉള്ളൂ. അപ്പം ഇത്ര പെർസെൻറ്റേജ് നമുക്കും. ഇത് കഴിഞ്ഞ് പിന്നെ എത്ര ഉണ്ട്? ഷിൽജി പറഞ്ഞു എത്ര ഉണ്ട് ബാക്കി? 2%, 1%. ഈ കുഞ്ഞു സ്ഥലത്ത് വന്ന് സർവ്വവ്യാപിയായ കർത്താവിൻ്റെ മഹത്വവും വലുപ്പവും തിരുവചനത്തിൻ്റെ അകത്ത് പറയുന്ന സ്വർഗത്തിൽ സിംഹാസനത്തിൽ താൻ ഇരുന്നാൽ ഭൂമി താൻ കാല് വെക്കുന്ന എവിടാ? അപ്പം ദൈവത്തിൻ്റെ വലുപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ലക്ഷക്കണക്കിന് കിലോമീറ്ററിൻ്റെ അപ്പുറമാണ് ആകാശം. നമുക്ക് ഈ ആകപ്പാട് 7 സ്ഫിയറൊക്കെ അറിയാം. ഈ അറ്റ്മോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ബാക്കിയുള്ള സ്ഫിയർമാരൊക്കെ നമുക്കറിയാം ഇല്ലേ? 7 എണ്ണം ഉണ്ട്. കുഞ്ഞുങ്ങൾ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ ഇല്ലേ? അല്ലല്ല. അപ്പോൾ 7 എണ്ണം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊക്കെ ശൂന്യാകാശം എന്നോ എങ്ങനെയൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. മനുഷ്യന് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അതൊന്നും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സൂര്യൻ തന്നെ ഇത്ര പ്രകാശവർഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറം ആണെങ്കിൽ സ്വർഗം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലും മില്യൻസോ ബില്യൻസോ ട്രില്യൻസോ ഒക്കെ കിലോമീറ്റർ അപ്പുറമാണ്. വെറുതെ എന്തെങ്കിലും എഴുതുമോ ബൈബിളിൻ്റെ അകത്തില്ല. സത്യം മാത്രമേ എഴുതത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം സ്വർഗത്തിലിരുന്നാൽ തനിക്ക് വേണേൽ കാല് ഭൂമിയിൽ വെക്കാം. അപ്പോൾ തൻ്റെ വലുപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. തൻ്റെ മഹത്വം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ മഹത്വം മനസ്സിലാവും. അപ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ വലുപ്പവും മഹത്വവും ഉള്ള ആ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുവാൻ ഞാൻ യോഗ്യനാണോ? ഈ മൺപാത്രം അത് താങ്ങുമോ?
എന്നിട്ടും കർത്താവ് പറയുന്നു അല്ലല്ല, നിങ്ങളുടെ ഹൃദയമാണ് ദേവാലയം. അപ്പം നമ്മുടെ ഹൃദയം എത്രത്തോളം ഒരുക്കണം. ഇല്ല, ഞായറാഴ്ച മാത്രമല്ല ദൈവമക്കളെ, കണ്ട ലോകത്തിലെ അശുദ്ധിയും ലോകസ്നേഹവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ചാടിക്കയറി വരും. നമ്മൾ എത്ര ക്ലീൻ ചെയ്യില്ല, എത്ര പൊടി ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഈ ഹോള് മുഴുവനും സൗണ്ട് പ്രൂഫ് വരെ ചെയ്തിട്ടിരിക്കുക. എന്നാലും ഞാൻ പലപ്പോഴും വിചാരിക്കും, അടച്ചിട്ടിരുന്ന ഹോള് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് പൊടി കാണാം. എങ്ങനെയൊക്കെയോ ഇതകത്ത് കയറും. എങ്ങനെയാണെന്നൊരു പിടിയും കിട്ടുന്നത്. എല്ലാം അടച്ചിട്ടേക്കും. ഇവിടെ വിൻഡോസൊക്കെ ഇത് വെച്ച് അടച്ചിരിക്കുക. എന്തുവാ, പഫിൻ്റെ സൗണ്ട് വെളിയിൽ പോകാതിരിക്കാൻ സീലൻ്റ് വെച്ച് പഫൊക്കെ വെച്ച് അടച്ചിരിക്കുക. എന്നിട്ട് പോലും ഇതിൻ്റെ അകത്ത് പൊടിക. എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കുറേയൊക്കെ അകത്ത് കയറി സ്ഥാനം പിടിക്കാൻ ശ്രമിക്കും. പല ആഗ്രഹങ്ങൾ വരും, പല ദൂരാഗ്രഹങ്ങൾ വരും, പല അത്യാഗ്രഹങ്ങൾ വരും. ഇല്ലാത്തതൊക്കെ പലതും വേണമെന്ന് തോന്നിക്കും. അതെല്ലാം ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. അതിനുള്ള സ്ഥാനമല്ല നമ്മുടെ ഹൃദയം, ദൈവത്തിന് വസിക്കുവാനുള്ള ഭവനമാണ്. അതൊന്ന് മനസ്സിലായവർ ഹല്ലേലൂയ ഇന്ന് തൊട്ട് എന്ത് ചെയ്യും? ഹൃദയത്തെ വിശുദ്ധിയോടി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ, വെറുതെ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയാതെ അവിടെ എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാ എന്ന് നിങ്ങൾ മറക്കല്ലേ. എന്നിട്ടൊരു പഴയ നിയമ ലേവ്യ പുസ്തകത്തിൽ നിന്നും എഹെസ്കേൽ 37 നിന്നും ഒരു ഉദ്ധരണി എടുത്തിട്ടാണ് അവിടെ പറയുന്നത്, ഞാൻ അവരെ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ദൈവമാക്കി ചെയ്തിരിക്കുന്നു. പഴയ നിയമത്തിലെല്ലാം എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ലേവ്യ 26 എഴുതിയിട്ടുണ്ട്, യെരമ്യാ 32 എഴുതിയിട്ടുണ്ട്, എഹെസ്കേൽ 37 എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അവരുടെ ഇടയ്ക്ക് നടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? വേർപാടോടുകൂടി നടന്നാൽ, വിശുദ്ധിയോടുകൂടി നടന്നാൽ മറ്റത്തുള്ളൂ. താഴെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ ഇടയ്ക്ക് പണ്ട് തൊട്ട് ദൈവത്തിൻ്റെ ആഗ്രഹം, ഏദൻ തോട്ടത്തിൽ ആദ്യ സൃഷ്ടിയായ ആദാമിനെയും ഹൗവയും സൃഷ്ടിച്ചിട്ട് എല്ലാ ദിവസവും വൈകിട്ട് കർത്താവ് ഇറങ്ങി വരും. അവരുടെ കൂടെ എന്തിനാണ്? നടക്കാൻ, അവരുടെ കൂടെ സംസാരിക്കുവാൻ, അവരുടെ കൂടെ കൂട്ടായ്മ കൂടാൻ. നമുക്ക് പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥനാ ബന്ധത്തിലൊക്കെ കർത്താവിനോട് സംസാരിക്കുവാൻ അതിനേക്കാൾ താല്പര്യം പല ലോകത്തിൻ്റെ വിഷയമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തുവാ? നമ്മുടെ കൂടെയുള്ള കൂട്ടായ്മ, ടു ഹാവ് ഫെലോഷിപ്പ്. എത്ര പേരായിരുന്നു ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും കർത്താവിൻ്റെ ആഗ്രഹം മനസ്സിലായിക്കൊണ്ട്, കർത്താവേ അങ്ങുമായിട്ടുള്ള കൂട്ടായ്മ. ദൈവം സമയം അനുവദിക്കുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ, കർത്താവിനോടൊരു സംസാര ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ഞാൻ അവരുടെ ഇടയ്ക്ക് നടക്കും, ഞാൻ അവരുടെ ദൈവമായി അവരുടെ ഇടയ്ക്ക് നടക്കുകയും വസിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായി തീരും, അവരെൻ്റെ ജനമായി തീരും. ഇത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടു നമുക്കില്ലേ? എൻ്റെ ദൈവമായിട്ട് വലിയവനായ സർവശക്തനായ യഹോവയായ ദൈവവും ഞാൻ കർത്താവിൻ്റെ മക്കളായി തീരും. ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നടക്കും, വസിക്കും. എന്തുവാ ചെയ്യേണ്ടത്? 17-ാമത്തെ വാക്യം വായിച്ചാൽ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്ന കർത്താവ് അരുളിച്ചെയ്യുന്നു. അവരുടെ മധ്യത്തിൽ നിന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജാതികളുമായിട്ട് ഇടകലരുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഇസ്രായേൽ മക്കളെ, ദൈവമക്കളെ ശിക്ഷിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഭൂരിഭാഗം എവിടെ ദൈവമക്കളെ നിന്നത്? എല്ലാവരും ദൈവമക്കളാണ്. ഇസ്രായേൽ മുഴുവനും എവിടെ? വാഗ്ദത്തം ലഭിച്ച സന്തതിയ ദൈവമക്കൾ. ഈ ഭൂരിഭാഗം ആൾക്കാർ എവിടെ നിന്നത്? അവിടെ കള്ളപ്രവാചകന്മാരുണ്ട്. അവർ പ്രവചിക്കും. കാര്യം തുറന്നു ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ലേ, അന്ത്യനാളുകളിൽ കള്ള ദുരുപദേഷ്ടാക്കന്മാർ, ഫോൾസ് ബൈബിൾ ടീച്ചേഴ്സ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ്സ്, കള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കും, അവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് വിവേചിക്കുവാൻ ദൈവമക്കൊക്കെ ഇങ്ങനത്തെ ആലോചനയാണ്. എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പുറകെ പോകുമ്പോൾ ഇവിടെ അതിനെപ്പറ്റിയല്ല എഴുതിയിരിക്കുന്ന. ആ ഭാഗം ഒന്ന് വായിച്ച്, ഇവിടെ എല്ലാം ഒരു വേർപാടിൻ്റെ ശുശ്രൂഷയാണ്. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഒരു വേർപാട്. അവരിടയിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ വേർപെട്ട് നടന്നു കഴിഞ്ഞാൽ, ഒരു വേർപാടോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും നടന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മധ്യത്തിൽ നടക്കും. ഞാൻ ഓർപ്പിച്ചില്ലേ, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഈ വിശ്വാസികൾ എല്ലാം ജാതികളുടെ വഴികൾ പോകുകയും ബാലിൻ്റെ പ്രവാചകന്മാർ അവരെന്തോ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവരും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചനം പറയുന്നുണ്ട്. ഈ ഏകദേശം 20 ലക്ഷം പേരുണ്ടായിരുന്നു കനാൻ്റെ ഈ മരുഭൂമി യാത്രയുടെ മധ്യഭാഗത്ത്. ഇനി ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ എത്ര ലക്ഷമുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് വചനത്തിൽ അതിന് അറിവില്ല. എന്തുവായാലും ഒരു 5 ലക്ഷം എന്നോ 10 ലക്ഷം എന്നൊക്കെ നിങ്ങൾ കൂട്ടിക്കോ. ഇത്രയും ദൈവമക്കളുടെ അകത്ത് ഏലിയാവ് എന്ന ദൈവത്തിൻ്റെ വചനം അതുപോലെ വിളിച്ച് പറയുന്ന, നിങ്ങൾക്ക് പണി ആവശ്യമാണ്, നിങ്ങളുടെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം കെട്ടിപ്പണിയണം എന്ന് പറയുന്ന ആ ഉപദേശം കേൾക്കാൻ ആൾക്കാരില്ല, ദൈവമക്കളില്ല. മുഴുവൻ ദൈവമക്കൾ നിൽക്കുന്ന എവിടെ? ബാലിൻ്റെ കള്ളപ്രവാചകന്മാരോട്. അവിടെ എന്തുവാ? അവിടുത്തെ പ്രവചനം എന്തുവാ?
നിങ്ങൾ എന്ത് ചെയ്തോ? വാഗ്ദത്തം ഉണ്ട്, കിട്ടും കിട്ടും. ഈ ഭൗമിക വിഷയം കിട്ടും കിട്ടും എന്ന് പറയുന്ന കേൾക്കാൻ അവിടെ നിന്നു. ദൈവം എവിടെ? കർത്താവിൻ്റെ തീ ഇറങ്ങിയത് എവിടെ? അവിടെ അമറുന്നുണ്ട്, അവിടെ കൂവുന്നുണ്ട്. ഇനി ദൈവം കേൾക്കാത്തതാണെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അലറുന്നു, കൂവുന്നു, ചാടുന്നു, അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏലിയാവ് ഈ പരിപാടി ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ഏലിയാവ് ചെയ്തൊരു കാര്യമാണ്, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം അത് പണിയാതെ, ഇടിഞ്ഞു കിടക്കുന്ന അടിസ്ഥാനം ശരിയാകാതെ. നമ്മുടെ ഓരോരുത്തർ കർത്താവുമായിട്ടുള്ള നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങണമെങ്കിൽ, അഭിഷേകം വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ മേൽ ദൈവം വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ച് നമ്മൾ യഥാസ്ഥാനപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിക്കേണ്ട ഏരിയകൾ ക്രമീകരണം പ്രാപിച്ചാലേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും ക്രമീകരണം പ്രാപിക്കാതെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ മേൽ ഇറങ്ങിയെന്ന് പറഞ്ഞ് എനിക്കിവിടെ വേണം ചാടാൻ, കോർഡ്ലെസ് മൈക്കും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കിടന്ന് ഓടാം. ഇവിടെ ആൾക്കാർ ഇന്ന് കാണിക്കുന്ന പല ഗിമിക്സിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനും അപ്പയും കൂടെ എല്ലാം ഇവിടെ മാവേലിക്കര അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഓഫീസ് എല്ലാ വർഷവും നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കൺവെൻഷൻ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാവേലിക്കര വരെ, ഞങ്ങളുടെ അടുത്ത മാവേലിക്കര വരെ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയതാണ്. ഞാൻ പറയുന്നില്ല ദേവദാസിൻ്റെ പേര്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ആ മനുഷ്യൻ, ഞാനും പപ്പയൊക്കെ അവിടെ ഇങ്ങനെ ഫ്രണ്ടിലോ സൈഡിലോ കണ്ടിട്ട് പോണ്ടായിരുന്നു. ആ കോർഡ്ലെസ് മൈക്കും കൊണ്ട് അവിടെ നിന്ന് ഒരു ചാട്ടം ചാടി അലച്ച് പോയിക്കൊണ്ട് ഓടും, ജനങ്ങളുടെ ഇടയ്ക്കോട്ട് എടുത്ത് ചാടുന്ന കണ്ടു. റോക്ക് കോൺസേർട്സിന് പോലും ഇല്ലാത്ത പരിപാടി, അതിന് പോലും ഇടയ്ക്കോട്ട് ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇല്ലാത്ത പരിപാടിയൊക്കെയാണ് ഇന്ന് ദൈവമക്കൾ ചെയ്തത്. പ്രായമുള്ളൊരു മനുഷ്യനാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ മനുഷ്യൻ കാണിച്ച പരിപാടിയാണ്. പകുതി ഏകദേശം അതൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ കുറേ വിളച്ചിലൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. നമ്മളെ അറിയാം, എല്ലാവർക്കും അറിയാം, പപ്പയൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ വിളിച്ച ദേവദാസിനോടുണ്ട്. അവരൊക്കെ നമ്മൾ എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു വിഷമമാണ്. അത് നമുക്കിപ്പോൾ വിഷമമല്ല വിഷയം, ഈ ദൈവത്തിൻ്റെ ഇല്ല. എന്നിട്ട് കോർഡ്ലെസ് മൈക്കും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നുകൂടി എന്നൊക്കെ പറഞ്ഞ് അമറി കൂയിക്കൊണ്ട് മക്കളെ, ഇതൊക്കെ അവിടെ ബാലന്റെ പ്രവാചകന്മാർ കാണിച്ചു. ഇവിടെ ഏലിയാവ് തീ കത്തണമെങ്കിൽ ഏലിയാവ് പറഞ്ഞു കെട്ടുപണി നടക്കണം, തീരുമാനമെടുക്കണം, ജീവിതം ക്രമീകരിക്കണം. നമ്മൾക്കുള്ള പ്രമാണം ഏതാ ദൈവമക്കളെ? ഇതാ നമ്മുടെ പ്രമാണം. ഈ വചനപ്രകാരമാണ് നിങ്ങളെ ആ നാളിൽ ന്യായം വിധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രമീകരണം പ്രാപിക്കാതെ തീയാന്ന് പറഞ്ഞത് എന്ത് കാണിച്ചാലും അവിടെ ഒന്നും ഒരാളും വിശുദ്ധീകരണം സ്വർഗത്തിന് യോഗ്യരായി തീരത്തില്ല. തീ ഇറങ്ങണം. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ഓരോന്നും കൃപാവരങ്ങൾ വെളിപ്പെടണം നിശ്ചയം. പക്ഷേ ആ കൃപാവരങ്ങൾ നമ്മളെ എങ്ങോട്ട് അടുപ്പിക്കണം? വിശുദ്ധ ജീവിതത്തിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമല്ലോ? ലോകത്തിൽ നിന്ന് പതുക്കെ നമ്മൾ ഓരോ വിഷയത്തിൽ ലോകത്തിൻ്റെ ഓരോ വിഷയങ്ങൾ വേണ്ടാന്ന് വെക്കുകയും കർത്താവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ നമ്മൾ, അങ്ങനെ മാത്രമേ നമ്മൾ സ്വർഗത്തിന് യോഗ്യരായി തീരത്തുള്ളൂ. ആ ഒരു വേർപാടിൻ്റെ കാര്യം 17 വായിച്ചാൽ വളരെ വ്യക്തമായിട്ടല്ലേ സ്തോത്രം. അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവീൻ, വേർപെട്ടിരിപ്പീൻ. ജാതികളുമായിട്ട് ചേരാൻ പാടില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ജാതികളുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് ലൗകികരായിട്ട് വേൾഡ്ലി മൈൻഡഡ് ഈ വിശ്വാസികൾ ഒരു ഭൂരിഭാഗം എന്തുവാണ്? വേൾഡ്ലി മൈൻഡഡ്. അത് കൊരിന്ത്യർ ലേഖനം 1 അധ്യായത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ നമ്മളത് പഠിച്ചതാണ്. അവരുടെ മധ്യത്തിൽ ഈ ജീവനില്ലാത്ത ഏത് കൂട്ടമാണെങ്കിലും ആ കൂട്ടത്തിൻ്റെ മധ്യത്തിൽ എന്തു എഴുതിയിരിക്കുന്നത്? കം ഔട്ട്. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പുറത്തു വരുവീൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കം ഔട്ട് ഫ്രം എമംഗ് ദം ആൻഡ് ബി സെപ്പറേറ്റ് സെയ്സ് ദ ലോർഡ്. യഹോവയായ ദൈവം, വലിയവനായ സർവശക്തനായ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ് ഈ 18 അധ്യായത്തിലും 17 അധ്യായത്തിലും 2 വട്ടം ആവർത്തിച്ചെത്തിയിരിക്കുന്നത്. ദൈവം അരുളി ചെയ്താൽ അതിൻ്റെ മേളിൽ കയറി പറയാൻ ഏതെങ്കിലും അപ്പോസ്തലനോ ഉപദേശിയോ ആരെങ്കിലും ആളാണോ? അല്ല. ദൈവം കൽപ്പിച്ചാൽ അത്രേ ഉള്ളൂ. അതങ്ങനെ, അതനുസരിച്ചാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. ജീവനില്ലാത്ത, നമ്മളെ കർത്താവിനോട് അടുപ്പിക്കാത്തത് ഏത് കൂട്ടമാണെങ്കിലും അവരുടെ മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? കം ഔട്ട് ഫ്രം ദം. അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങണം. ഓരോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ഓരോ സത്യത്തിൽ നിന്നും വീണ്ടും ഡീപ്പർ ട്രൂത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഒരുക്കുന്ന സത്യങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. എന്നിട്ട് എഴുതിയിട്ടുണ്ട്, അശുദ്ധമായത് എന്ത് ചെയ്യല്ലോ? അശുദ്ധമായതൊന്നും തൊടാതിരുന്നാൽ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. വിശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രമേ യഹോവയായ ദൈവം പറയുക ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം. എത്ര സഭാ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിലും, കൗൺസിലിംഗ് രജിസ്റ്ററും സഭാ രജിസ്റ്ററും ഒക്കെ ഇവിടെ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഗവൺമെൻറ് നിയമമുള്ളൂ. എത്ര സഭാ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിലും എൻ്റെ ദൈവം, പരിശുദ്ധനായ ദൈവം നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ആര് സ്വർഗത്തിൽ പോകണം വേണമെന്ന് തീരുമാനിക്കുന്ന സഭയല്ല, പ്രസ്ഥാനമല്ല, ദൈവദാസനല്ല, കർത്താവാണ്.
ദൈവദാസനും ബാക്കിയുള്ള ശുശ്രൂഷകരും സഭയും ഒക്കെ നമ്മളെ കർത്താവിനോട് അടുപ്പിക്കുവാനുള്ള ചൂണ്ടുപലക, എൻകറേജ് ചെയ്യുവാനുള്ള ഒരു ആത്മീയ കൂട്ടം എന്ന് മാത്രം തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടല്ല ഇവിടേക്ക് നീ അശുദ്ധിയുള്ളതൊന്നും തൊടാതെ വിശുദ്ധീകരണം പ്രാപിച്ച്, അശുദ്ധി ഡു നോട്ട് ബി അൺക്ലീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ബി ക്ലീൻ, ബി സാങ്ക്ടിഫൈഡ്. അപ്പം വിശുദ്ധീകരണം പ്രാപിച്ചാൽ ഞാൻ നിങ്ങളെ എന്തു ചെയ്യും? കൈക്കൊള്ളും. സംഖ്യാപുസ്തകത്തിൽ 8-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ച് എനിക്ക് വേണ്ടി വേർതിരിച്ചു എന്നാണ് പറയുന്നത്. യെരമ്യാ പ്രവാചകനോട് പറയുന്ന ഭാഗം എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്ന് വായിച്ച് 1:5 ജെരമായ ചാപ്റ്റർ 1:5. നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെ വിശുദ്ധീകരിച്ചു, എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്നെ. വളരെ വ്യക്തം ഞാൻ പറഞ്ഞില്ല, സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന ജനത്തെ സ്വീകരിക്കുന്നതാണ്. ദൈവജനത്തെ വിശുദ്ധീകരിച്ചു, എനിക്കായിട്ട് സ്വീകരിച്ചു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ വിശുദ്ധീകരണം കൂടാതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അടുത്ത് ആർക്കും അടുക്കുവാൻ കഴിയത്തില്ല. ദൈവം വെളിച്ചമാ, 1 യോഹന്നാൻ പറയുന്ന പോലെ, അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുവീൻ, വാക്ക് ഇൻ ലൈറ്റ്. വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുക. എസ്കേലിൻ്റെ പുസ്തകത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ആ വേർപാടിനെ പറ്റി ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. എസെക്കിയേൽ 44:23, 44:23. വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അവിടെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോളി ആൻഡ് കോമൺ. നമ്മളൊക്കെ സാധാ വിശ്വാസികളാന്ന് പറഞ്ഞിരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് എസെക്കിയേൽ 44:23 നമ്മൾ വായിച്ച് അവിടെ എഴുതിയേക്കുന്ന ദൈവദാസനോട് പറയുക, ദൈവജനത്തെ പഠിപ്പിക്കണം. എന്തുവാ പഠിപ്പിക്കേണ്ടത്? വിശുദ്ധമായത് എന്തുവാന്നും സാമാന്യമായത് എന്തോ. നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന ഒരു സാധാ വിശ്വാസിയായിട്ട് ഞാനൊരു ഹോളിൻ്റെ എവിടെയെങ്കിലും മൂലയ്ക്ക് വന്നിരുന്നോളാം. സാധാരണ എല്ലാവരും ഒക്കെ നല്ല ആത്മീയരൊക്കെ ദൈവമക്കളൊക്കെ ജീവിക്കുന്ന പോലെ ഞാൻ. അപ്പോൾ ഈ സാധാ എന്ന് പറഞ്ഞൊരു ചിന്ത അത് ദൈവം സ്വീകരിക്കത്തില്ല എന്നാണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവദാസനോട് പറയുമ്പോൾ നീ ഉപദേശിക്കണം വിശുദ്ധവും സാമാന്യമായതും. സാമാന്യം മീൻസ് കോമൺ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഹോളി ആൻഡ് കോമൺ. അതെന്തുവാ എന്ന് ജനത്തെ പഠിപ്പിക്കണം. ഈ ഹോളി മാത്രമേ ഉള്ളൂ നിർമ്മലമായി തീരുന്നത്. അല്ലാത്തത് എന്തായിത്തീരും? ഈ സാമാന്യമായത് കുറച്ച് കഴിഞ്ഞിട്ട് ലോകത്തെ സന്തോഷിപ്പിച്ച് അറിയാതെ മലിനമായി പോകും. യഹോവയെ ദൈവം പറയുക, ജനത്തെ പഠിപ്പിക്കണം വിശുദ്ധമായത് സാമാന്യമായത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അത് ഒന്നുകൂടെ പരിശുദ്ധാത്മാ വ്യക്തമാക്കുക. ഈ വിശുദ്ധമായത് മാത്രമേ നിർമ്മലമാകത്തുള്ളൂ, ബാക്കിയെല്ലാം എന്തുവാ? മലിനമായതും നിർമ്മലമായതും. വാട്ട് ഈസ് പ്യുവർ? ഈ ലൗകികമായത് സാദാ എന്ന് പറയുന്നതൊക്കെ മലിനമായി പോകും. അവിടെ ഒന്നും കർത്താവ് വളരെ വ്യക്തമായിട്ടല്ലേ ഇവിടെ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ച, ഞാൻ നിന്നെ സ്വീകരിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് അവിശ്വാസികൾ അവരുടെ വഴിയിൽ നടക്കല്ല, അവരുടെ പ്രമാണമല്ല നമുക്ക്. ക്രിസ്തുവും ബലിയാലുമായിട്ട് എന്തു വ്യത്യാസം? വെളിച്ചവും ഇരുട്ടുമായിട്ട് എന്ത് വ്യത്യാസം? വിശുദ്ധിയും വേർപാട് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ദൈവവും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരത്തുള്ളൂ. അതുകൊണ്ട് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, അവരുടെ മധ്യത്തിൽ നിന്ന് പുറത്തു വരുവീൻ, അശുദ്ധമായതൊന്നും തൊടല്ല, എങ്കിൽ മാത്രമേ. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമായി എങ്ങനെയൊക്കെ ആയിരിക്കണം. റോമാലേഖനം ഒന്ന് വായിച്ചു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, Romans 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വളരെ വ്യക്തമാ വാക്യം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. എവിടെയൊക്കെയാണ് രൂപാന്തരം വരേണ്ടത്? ഈ ലോകത്തിന് അനുരൂപമായി തീരല്ല. ഈ ലോകമനുഷ്യരെല്ലാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും പറയും, അതുപോലെ പപ്പ എനിക്ക് വേണം, ഇതുപോലെ ആയിത്തീരണം, അങ്ങനെ ആയിത്തീരണം, എനിക്ക് അവരെ പോലെ ആയിത്തീരണം. ഈ കൊച്ചു മനസ്സിൽ പറയുന്നതൊക്കെ തന്നെയാണ് വലിയവരായ നമ്മളും ആഗ്രഹിക്കുന്നത്. അതുപോലത്തെ എനിക്ക് വേണം, ഇതുപോലത്തെ വേണം, അങ്ങനെ ആയിത്തീരണം, അവരെ പോലെ ആയിത്തീരണം, ഇല്ലേ? കൊച്ചു പിള്ളേരോട്ട് നമ്മളത് പരിജ്ഞാനം ഉള്ളതുകൊണ്ട് നമ്മളത് അടക്കുന്നു, നമ്മുടെ ആഗ്രഹം. ചിലരൊക്കെ രഹസ്യമായിട്ടിരുന്ന് കർത്താവിനോട് പറയുന്നു. എങ്കിലും മനുഷ്യൻ്റെ ആഗ്രഹം എങ്ങനെയായി പോവുക? അങ്ങനും എന്നിട്ട് പറയും വാഗ്ദത്തമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാം. ദൈവമക്കളെ, നമ്മളെപ്പറ്റിയുള്ള വാഗ്ദത്തം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നാ, ഇല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതല്ലേ, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം, റിസീവ് ദാറ്റ് സാൽവേഷൻ എന്നാണ് യഹോവയായ ദൈവത്തിന്. ഈ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നരകത്തിൽ പോയാൽ എന്ത് പ്രയോജനം എന്നാണ് കർത്താവ് ചോദിക്കുന്നില്ലേ? ലോകത്തിൽ ലജ്ജിച്ചു പോകാതെ നമുക്ക് ആവശ്യമുള്ളത് ജീവിക്കാൻ തരും. അത് ചോദിച്ചാലും തരും, ചോദിച്ചില്ലേലും തരും. ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ മക്കളുടെ മേലുണ്ടാകും. നമ്മൾ ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ
ഡു നോട്ട് ബി ലൈക്ക് ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ അങ്ങനെ ഒരു മനസ്സായി എനിക്കുണ്ടെങ്കിൽ, പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു മനസ്സായി എനിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പറയാം, സാംസ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? എൻ്റെ പേരങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവ് നമ്മളോട് പറയുക. പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ, നീ ലോകത്തിൻ്റെ സ്നേഹിതനായി തീരുവാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. 1 യോഹന്നാൻ 2:15 എന്നോട് ചേർന്നൊന്ന് വായിച്ചാൽ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ദൈവമേ, കർത്താവ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ആകെപ്പാടെ കഷ്ടമാണല്ലോ ഇല്ലേ? ലോകത്തെയും സ്നേഹിക്കല്ല, ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കല്ല. തീർന്നില്ലേ? നമ്മുടെ പ്രാർത്ഥനാ വിഷയവും പോയി, നമ്മുടെ ആഗ്രഹവും പോയി, നമ്മുടെ പദ്ധതിയും പോയി, എല്ലാം പോയി. ലോകത്തെയും സ്നേഹിക്കല്ല, അതിനുള്ളതിനെയും സ്നേഹിക്കല്ല. ഇനി നിങ്ങൾ സ്നേഹിക്കുവാണെങ്കിൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ, എൻ്റെ ദൈവം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ഉവ്വ എന്നും ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ദൈവമക്കൾ ഇത് വല്ലതും ആണോ ഇന്ന് ആൾക്കാർ പഠിപ്പിക്കുന്നത്? ഇത് വല്ലതും ആണോ നമ്മൾ ഈ കൂടുതൽ കേൾക്കുന്ന വചനങ്ങൾ? അല്ല. മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന വചനങ്ങൾ ഇതൊന്നും അല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചോ, ലോകത്തിലെ വിഷയങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ, ലഭിക്കും, ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചോ, ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, കിട്ടും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, സത്യമായ തിരുവചനം, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഏക പ്രമാണമായ വചനം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ലോകത്തെയും സ്നേഹിക്കല്ല, അതിനുള്ളതിനെയും സ്നേഹിക്കല്ല. നിങ്ങൾ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു വിശുദ്ധി, വേർപാട്. നമ്മൾ 1 കൊരിന്ത്യർ പഠിച്ചപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. വേർപാട് ഏതൊക്കെ രീതിയിലാണ്? ജാതികളിൽ നിന്നും പാലിക്കണം, അതേ സമയത്ത് വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ഇല്ലേ? ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 5:11 വിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ വായിച്ചല്ലോ. എന്നാൽ സഹോദരൻ, ആരാണ് ഈ സഹോദരനും സഹോദരിയും? ക്രിസ്തുവിൽ സഹോദരൻ. അപ്പം സഹോദരൻ എന്ന പേര് പറയുന്ന ഒരു വിശ്വാസി, സത്യത്തിലും ആത്മാവിലൊക്കെ ഒരു കാലത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസി. ആ സഹോദരൻ എന്ന പേര് താനൊരു വിശ്വാസിയാന്ന് പറയുന്നുണ്ടെങ്കിലും ദുർനടപ്പ്, അത്യാഗ്രഹി അറിയാമല്ലോ, ദ്രവ്യാഗ്രഹി, അത്യാഗ്രഹി, കൂടുതൽ വേണം, ലോകത്തിൽ കൂടുതൽ വേണമെന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അത്യാഗ്രഹിയോ, വാവിഷ്ഠാനോ അവരുടെ കൂടും കൂട്ടുപിടിക്കാൻ പാടില്ല. അവനോട് സംസർഗമരുത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, എൻ്റെ കർത്താവേ സ്തോത്രം. അവരൊരു പ്രോഗ്രാമിന് വിളിച്ചാൽ പോകാൻ പാടില്ല. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കല്ലെന്ന് പറഞ്ഞ് ഒരു കൂട്ടും വേണ്ട, കൂട്ടായ്മയും വേണ്ട എന്നല്ലേ എൻ്റെ അർത്ഥം. എത്ര വ്യക്തമായിട്ട് ഇത് അടുത്ത ലെവൽ ഓഫ് സെപ്പറേഷൻ അല്ലേ? വേർപാട്, വിശുദ്ധി എന്ന് വളരെ വ്യക്തമാണ്. എങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ സ്വീകരിക്കത്തുള്ളൂ. ഞാൻ നിൻ്റെ പിതാവും നിൻ്റെ ദൈവവും നിങ്ങൾ എൻ്റെ മക്കളും എൻ്റെ ജനവുമായി തീരണമെങ്കിൽ ഈ വിശുദ്ധിയും വേർപാടും പാലിച്ചാലേ പറ്റൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന ജാതികളിൽ നിന്നുള്ള വേർപാട് അല്ല. ഇവിടെ നമ്മൾ വായിച്ചില്ല, ഒരുവൻ സഹോദരൻ എന്ന് പേര് പറഞ്ഞു. വാവിഷ്ഠാനം, അത്യാഗ്രഹി, പിടിച്ചുപറി, ദുർനടപ്പൊക്കെ ഉള്ള ഒരു സഹോദരൻ നമുക്കറിയാം. ഒത്തിരി ലൗകിക സ്വഭാവങ്ങളുള്ള ആത്മീയ ക്ഷീണമുള്ള സഹോദരന്മാർ. അപ്പം ഇതൊരു ടോട്ടൽ സബ്മിഷൻ. ദൈവമക്കളെ, പ്രൈസ് ലോർഡ്, ദൈവസന്ധി നമ്മളെ തന്നെ സമർപ്പിക്കാൻ. കർത്താവേ, വിശുദ്ധിക്കായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, വേർപാട് പാലിക്കേണ്ട ഏരിയകളെല്ലാം എത്ര എളുപ്പമല്ല വേർപാട് പാലിക്കുവാൻ. വേർപാട് പാലിക്കേണ്ട ഏരിയയിൽ അനുസരണം വേണം ഇല്ലേ? കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവ കൽപ്പന, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച അല്ലെങ്കിൽ രൂപാന്തരം ജീവിതത്തിൽ വരുവാൻ കഴിയത്തുള്ളൂ. ഒബീഡിയൻസ് ഈസ് നോട്ട് ഓൾവേസ് ഈസി. അത്ര എളുപ്പമല്ല. എന്നോട് പറയുന്ന ആളാരാ? ആ ആളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അനുസരിക്കുന്നത്. ദൈവനെ അടിക്കുന്നതുള്ള ഭയം കൊണ്ടായിരിക്കല്ല. എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം കാൽവരി ക്രൂശിൽ ഒഴിച്ച് എനിക്ക് വില കൊടുത്ത് എന്നെ വാങ്ങിച്ചതാണ്. ആ കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മക്കളും സഹോദരങ്ങളും അല്ലെ ഭാര്യ ഭർത്താവൊക്കെ നമുക്കറിയാം, സ്നേഹമുള്ളിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും, മക്കൾ കേൾക്കും, അവരെല്ലാം അനുസരിക്കും, അവരെല്ലാം ഒന്നിച്ച് നിൽക്കും. സ്നേഹമില്ലാത്ത ഭവനങ്ങളിൽ നമുക്കറിയാം ഓരോ എക്സ്ക്യൂസും ഓരോ കാരണവും ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു അനുസരണത്തിൻ്റെ ആത്മാവിലും ആ ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിലും ഒക്കെ ഒന്നിച്ചു പോകുവാൻ കഴിയാത്ത ഏരിയകൾ നമുക്കറിയാം. ഇവിടെ കർത്താവ് പറയുന്നു പൂർണ്ണ അനുസരണം എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചുള്ള ദൈവത്തെ അടിക്കും എന്ന് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചുള്ള ഭയം കൊണ്ടുള്ള അനുസരണമല്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലവ്. കർത്താവിനോടുള്ള സ്നേഹം.
എത്രത്തോളം സ്നേഹം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിടേണ്ടതൊക്കെ നമ്മൾ വിടും. ഐ വിൽ forsake. നമ്മളൊക്കെ ഹല്ലേലൂയ വിളിക്കുന്ന ദൈവദാസന്മാരുണ്ട്, കർത്താവിൻ്റെ വേലയിലുള്ളവരുണ്ട്. ആ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവിന് വേണ്ടി വേണ്ട എന്ന് വിചാരിച്ച്, ജോലിയും പല വിഷയങ്ങളും ഒക്കെ, സുഖജീവിതങ്ങൾ, വസ്തുക്കളായിരിക്കും, ഷെയറായിരിക്കും, പല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ഒരു പ്രശ്നമുണ്ടാക്കാതെ കർത്താവിന് വേണ്ടി വേണ്ട എന്ന് വെച്ച്, അത് കർത്താവിനോട് സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടല്ല, കർത്താവ് ശിക്ഷിക്കും എന്നുള്ള ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ ആ ഒരു വിശുദ്ധിയും വേർപാടും എൻ്റെ ജീവിതത്തിൽ വന്നേൽ മാത്രമേ അതിനുള്ള ബലം കർത്താവ് തരും, കൃപ തരും, കൈക്ക് പിടിച്ച് കർത്താവ് നടത്തും. പക്ഷേ കർത്താവിനോടുള്ള പൂർണ്ണ അനുസരണവും ആ സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഇവിടെ വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത്, അവരുടെ മധ്യത്തിൽ നിന്ന് പുറത്തു വന്നാൽ 18ാമത്തെ വാക്യം വായിച്ചാട്ടെ. വേർപാടോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ദൈവം പറയുന്ന ആലോചന പൂർണ്ണ അനുസരണത്തോടെ നടന്നാൽ, എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമെല്ലാം ഒരു കണ്ടീഷൻ്റെ പുറത്ത്. എന്നാൽ നിർബന്ധമില്ല, ആരോടും കർത്താവ് നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ല, ഐ ആം ദ ലൂസർ. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ കർത്താവിനൊരു നഷ്ടവും ഇല്ല, നഷ്ടം നിങ്ങൾക്കാ. ചോദിച്ചു നോക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിപ്പില്ലേ, രാവിലെയും വൈകിട്ടും എനിക്ക് ഇതേ ഉള്ളൂ ഉപദേശിക്കാൻ. നീ കർത്താവിന് വേണ്ടി നിന്നാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും, നീ കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടത്തുമില്ല. കാര്യം കർത്താവ് അനുവദിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിനെ കർത്താവ് വിശുദ്ധിയോടും വേർപാടോടും നിന്നാൽ മാത്രമേ കർത്താവ് നമ്മളെ സ്വീകരിക്കത്തുള്ളൂ. എങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിത്തീരും. അതിന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. 2 ചോയ്സാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളോടാണ് പറയുന്നത്, ദൈവസഭയോടാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 ചോയ്സാണ്. ഒന്നിൽ നിങ്ങളുടെ ജഡം പറയുന്ന പോലെ, ഈ ശരീരം പറയുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും പിന്തുടർന്ന് പദ്ധതിയാ വാഗ്ദത്തമാന്നൊക്കെ പറഞ്ഞ് അതും പിടിച്ചുകൊണ്ടിരിക്കാം, ലോകത്തിൻ്റെ വിഷയങ്ങൾ. അല്ലെങ്കിൽ 2ാമത്തെ ചോയ്സ്, ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഒന്നീ ജഡത്തിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടും. നമുക്ക് ഏതാ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? നമുക്ക് നമ്മളെത്ര ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കർത്താവാണ് ചെയ്യുന്നത്. നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്ന ആത്മീയമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും, ആരും തികഞ്ഞവരൊന്നും ആയിട്ടില്ല, നമ്മളെല്ലാം വളർന്നുകൊണ്ടിരിക്കും. വി ആർ ഓൾ ഗ്രോയിങ്. നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ വരെ, ഒരു സമർപ്പണത്തിൻ്റെ അവസ്ഥ വരെ നമ്മളങ്ങ് വന്നതല്ല. നമ്മുടെ തീരുമാനത്തിൻ്റെ ബലം കൊണ്ടോ വിൽ പവർ കൊണ്ട്, നിങ്ങളുടെ അത്രയും പോലും വിൽ പവർ ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഉള്ള കാര്യം പറയാം. എൻ്റെ സ്വഭാവം കൊണ്ട് തീരുമാനമൊന്നും എടുത്താൽ നിലനിൽക്കാൻ പറ്റത്തില്ല, കർത്താവ് കൃപ തരുന്നുണ്ട്. നമ്മളും തിരിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ ഈ കൃപയാൽ വന്നത്, ഇത്രയും കൃപയോടുകൂടിയൊക്കെ നിൽക്കുവാൻ, വേർപാടോടി പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നത് ദൈവം നമുക്ക് ബലം തരുന്നുണ്ട്. കർത്താവ് ഒരു കാര്യം മാത്രം ഇന്ന് പകൽ ചോദിക്കും. അല്ലെങ്കിൽ ഒരാൾ 38 വർഷം താൻ തളർന്ന് കിടന്ന ആ പൂളിൻ്റെ സൈഡിൽ കിടന്ന ആ വ്യക്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് 38 വർഷം തന്നോടും എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ താൻ ഒത്തിരി എക്സ്ക്യൂസൊക്കെ പറഞ്ഞു. എത്ര വർഷമായെന്നറിയാം, ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ മുമ്പ് ദൂതൻ വന്ന് കലക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പേ എടുത്ത് ചാടും. നമ്മുടെ എക്സ്ക്യൂസ് ഒന്നുമല്ല കേൾക്കണ്ടേ, ഓരോരുത്തരും എക്സ്ക്യൂസ്. കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ എക്സ്ക്യൂസ് പറഞ്ഞവരുണ്ട്. അവരോട് കർത്താവ് ഒറ്റ കാര്യം ചോദിച്ചു, എക്സ്ക്യൂസ് ഒന്നും കേട്ടോണ്ടിരുന്നോ? കർത്താവ് ചോദിച്ച ഒരു കാര്യം, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചോദിക്കുക, വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും പ്രമാണത്തോട് ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ തീരുമാനമാണ് കർത്താവ് കേൾക്കേണ്ടത്. തീരുമാനത്തിന് പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിച്ചോളും. നമുക്ക് ദൈവത്തിന് വേണ്ടി അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആ ബലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.